അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൻ്റെ കുറേ ദിവസങ്ങൾ നമ്മളിന്ന് പിന്നിട്ട് പോയി. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞ സൂക്ഷ്മത നമ്മൾ പുലർത്തിയോ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തിയപ്പോൾ പടച്ചോൻ പറഞ്ഞത് സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും തുറന്നിട്ട മാസമെന്നാണ് ഹബീബ് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു പറഞ്ഞതായിട്ട് നരകത്തിൻ്റെ എല്ലാ വാതിലുകളും അടച്ചിടപ്പെട്ടു, ശൈത്താനെ കെട്ടിടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ പരിശുദ്ധ റമദാനിൽ ഹസൂയ ഉണ്ടാവാൻ പാടില്ല, കിബിർ ഉണ്ടാവാൻ പാടില്ല, റുജിബ് ഉൾനാട്യം ഉണ്ടാവാൻ പാടില്ല, മറ്റൊരാളോട് നമുക്ക് നമീമത്ത് പറയാൻ പറ്റില്ല, ഈബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഈ പരിശുദ്ധ റമദാൻ നമ്മൾ വിട പറയുമ്പോൾ നാം ശുദ്ധരാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ നമീമത്ത് പറയുന്നവരാകരുത് എന്ന്. ഖുർആൻ പറയുന്നു, വലാ യത്തബ് ബഅലുക്കും ബഅദ, നിങ്ങൾ ഒരിക്കലും ഈബത്ത് പറയുന്നവരാകരുതേ എന്നാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു ചോദിക്കുന്ന ചോദ്യം നോക്കൂ, ഐ യഅകുല ലഹ്മ അഖിഹി മൈതൻ. എത്ര സുന്ദരമായിട്ടാണ് പടച്ചോൻ ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ പച്ച മാംസത്തെ തിന്നാൻ ഇഷ്ടപ്പെടുമോ എന്നാ പടച്ചോൻ ചോദിക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ സഹോദരനെ കുറിച്ച് നിങ്ങൾ ഈബത്ത് പറയൽ. അള്ളാഹിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, എന്താണ് ഈബത്ത് എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരനെ കുറിച്ച് അവനുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ്. ഉള്ളതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ഈബത്തായി, ഇല്ലാത്തതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ഈബത്തുമായി, കളവുമായി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, തീർച്ചയായും അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് ഈബത്ത് പറയുന്നവരാകരുത് എന്നാണ്. മിറാജിൻ്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് ഒരു വിഭാഗത്തെക്കുറിച്ച്, ആരാണ് എന്ന് ജിബ്രീലിനോട് റസൂലുള്ള ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുത്തത്, ചില ആളുകൾ അവർക്കുള്ള നഖങ്ങളെ കൊണ്ട് സ്വന്തം ശരീരത്തെ മാന്തി പിളർത്തി തിന്നുന്ന രംഗം കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ള ചോദിച്ചപ്പോൾ ചരിത്രം വെറുതാണ്, ഞാനത് ചുരുക്കി പറയുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ കൊടുത്ത മറുപടി, അള്ളാഹിൻ്റെ റസൂലിനോട് ജിബ്രീൽ കൊടുത്ത മറുപടി, യാ റസൂലല്ലാഹ്, അത് ഈബത്ത് പറയുന്നവരാണ്, ജനങ്ങളുടെ ഈബത്ത് പറഞ്ഞവരാണ്, പച്ചമാംസം അവർ മാന്തി തിന്നുന്നവരായി അങ്ങേക്ക് കാണുന്നത്. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈബത്തിൽ നിന്ന് പരിശുദ്ധ റമദാനിലും ശേഷവും പൂർണ്ണമായി നമ്മൾ മാറി നിൽക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.